യെശയ്യാ 16-ാം അധ്യായം. സിയോൻ പുത്രിയുടെ മലയിലേക്ക്, ദേശാധിപതിയുടെ അടുത്തേക്ക്, സേലായിൽ നിന്ന് മരുഭൂമിയിലൂടെ അവർ ആട്ടിൻകുട്ടികളെ അയച്ചു. മോവാബിൻ്റെ പുത്രികമാർ കൂട് വിട്ടുഴലുന്ന പക്ഷികളെ പോലെയായിരിക്കും. എർണോൻ്റെ കടവുകളിൽ ഞങ്ങളെ ഉപദേശിക്കുക, നീതി നടത്തുക. മധ്യാഹ്നത്തിൽ നിൻ്റെ നിശയുടെ നിഴൽ വിരിക്കുക. ഭ്രഷ്ടരെ ഒളിപ്പിക്കുക, പലായനം ചെയ്യുന്നവരെ ഒറ്റിക്കൊടുക്കരുത്. മോവാബിൻ്റെ ഭ്രഷ്ടർ നിന്നോടുകൂടി വസിക്കട്ടെ. വിനാശകനരികിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ. മർദ്ദകർ ഇല്ലാതായിത്തീരുകയും നാശം അവസാനിക്കുകയും ചവിട്ടിമെതിക്കുന്ന ദേശത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും. നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിൻ്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. മോവാബിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ എത്ര ഗർവിഷ്ഠരും ഉദ്ധിതരും അഹങ്കാരികളുമാണ്. അവൻ്റെ വൻപ് പറച്ചിൽ വ്യർത്ഥമാകുന്നു. അതിനാൽ മോവാബ് നിലവിളിക്കട്ടെ, എല്ലാവരും മോവാബിന് വേണ്ടി നിലവിളിക്കട്ടെ. കിർഹോസിലെ മുന്തിരിയടയെക്കുറിച്ച് ഹൃദയം നൊന്ത് വിലപിക്കുവിൻ. ഹെഷ്ബോൺ വയലുകളും സിബായിലെ മുന്തിരിവള്ളികളും വാടിപ്പോയിരിക്കുന്നു. യാസർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടുകിടക്കുകയും ചെയ്തിരിക്കുന്ന അവരുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ എരിഞ്ഞു കളഞ്ഞു. അതിൻ്റെ ശാഖകൾ കടൽ കടന്ന് മറുനാട്ടിൽ പടർന്നു. അതിനാൽ സിബായിലെ മുന്തിരിവള്ളികൾക്ക് വേണ്ടി ഞാൻ യസേറിനോടൊത്ത് കരയും. ഹെഷ്ബോണും എലയും എൻ്റെ കണ്ണുനീർ കുതിക്കും. എന്തെന്നാൽ നിങ്ങളുടെ ഫലത്തിനും വിളവിനും എതിരായ യുദ്ധകാഹളം മുഴക്കുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്ത് പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ ഗാനാലാപം കേൾക്കുന്നില്ല, ആർപ്പുവിളികൾ ഉയരുന്നില്ല. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവർ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. മുന്തിരി വിളവെടുപ്പിൻ്റെ ആർപ്പുവിളികളും നിലവിളിച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ അന്തരംഗം മോവാബിനെക്കുറിച്ചും ഹൃദയം കിർഗസിനെക്കുറിച്ചും വീണക്കമ്പി പോലെ കേഴുന്നു. മോവാബ് പ്രത്യക്ഷമാകുമ്പോൾ, പൂജാഗിരികൾ തളർന്നു നിൽക്കുമ്പോൾ, തൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുമ്പോൾ അവന് ഫലപ്രാപ്തി ഉണ്ടാകുകയില്ല. ഇതാണ് മോവാബിനെക്കുറിച്ച് കർത്താവ് മുൻപ് അരുളി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടുന്ന് അരുളി ചെയ്യുന്നു, കൂലിക്കാരൻ കണക്ക് വെക്കുന്നതുപോലെ കനീശം 3 വർഷത്തിനുള്ളിൽ മോവാബിൻ്റെ മഹത്വം. അവൻ വലിയ ജനതയാണെങ്കിൽ പോലും നിന്ദ്യമായി മാറും. ദുർബലമായ ഒരു ചെറിയ വിഭാഗം മാത്രമേ അവശേഷിക്കൂ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.